Hi everyone, I am Janesh Nambyar, Managing Partner Ascon Group. Recently, ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത യശോദ ഗ്രൂപ്പ് അവരുടെ എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള സീഡ്സ് ഓഫ് ഇന്നസെൻസ് IVF സെൻറ്റർ വിത്തിൻ 3 months ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു. നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള യശോദ ഹോസ്പിറ്റൽ സൗത്ത് ഇന്ത്യയിൽ കോൺട്രാക്ടേഴ്സിനെ സെർച്ച് ചെയ്താണ് ഞങ്ങളുമായി കണക്ട് ചെയ്തത്. ഞങ്ങൾ ആദ്യമായി തന്നെ ചെയ്തത് 90 ഡേയ്സിൻ്റെ ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഈ 90 ഡേയ്സിൻ്റെ പ്രോഗ്രാം 3 ഷിഫ്റ്റാക്കി തിരിച്ചുകൊണ്ട് അതിൽ 2 ഷിഫ്റ്റ് ഓൺ സൈറ്റ് ആയിട്ടും 1 ഷിഫ്റ്റ് ഇൻഹൗസ് ആയിട്ടുള്ള ഫാക്ടറി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫാക്ടറിയിൽ നിന്നും ചെയ്യാനായിട്ടും സാധിച്ചു. ഡ്യൂറിങ് ദ കൺസ്ട്രക്ഷൻ പീരിയഡ് നെക്സ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത് ആർക്കിടെക്റ്റ് തന്നിരിക്കുന്ന ഡിസൈൻസ്, അവരുടെ ഡോർ ഡിസൈനുകൾ, വാൾ ഡിസൈനുകൾ, ടെക്സ്ചർ പെയിൻറ്റ്സുകൾ, ഇതെല്ലാം തന്നെ ആസ് ബിൽട്ടും നമ്മുടെ ഡിസൈൻസും മാച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു അടുത്ത വലിയൊരു ചലഞ്ച്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ റിക്കവറി റൂമിൽ മൾട്ടിപ്പിൾ ബെഡുകൾ ഉണ്ടായിരുന്നു. ആ ബെഡുകൾ തമ്മിലുള്ള ഗ്യാപ്പിൽ ഹോസ്പിറ്റൽ കർട്ടൻസ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുകയും അതുപോലെ ആ റിക്കവറി റൂമിൽ വന്നിരിക്കുന്ന പേഷ്യൻറ്റിന് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരുന്ന് അവിടുത്തെ വാൾ ടെക്സ്ചേഴ്സ് ആയി കഴിഞ്ഞാലും വാൾ മോൾഡിങ്സുകളായാലും ലൈറ്റിങ്ങുകളായാലും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് ഒരു റിലാക്സിങ് ആയിട്ടുള്ള ഒരു റൂമായി റിക്കവറി റൂമിനെ മാറ്റുക, അതായിരുന്നു അവരുടെ ആർക്കിടെക്ട്സിൻ്റെ ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത്. അത് വളരെ നല്ല രീതിയിൽ നമുക്കത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ചലഞ്ചസ് ആയിരുന്നു അവരുടെ ഡോർ ഡിസൈൻ. എല്ലാ ഡോറുകളും ഫ്ലൂട്ടഡ് ഗ്ലാസ് ആയിരുന്നു. ഫ്ലൂട്ടഡ് ഗ്ലാസ് വെച്ച് സ്പെഷ്യലായിട്ടുള്ള ഹാൻഡിലുകൾ, ഫ്രെയിമുകൾ, കർവ് ഡിസൈൻസുകളൊക്കെ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഡിസൈൻസ് ഉണ്ടായിരുന്നത്. സോ എന്താണോ നമുക്ക് തന്നിരിക്കുന്ന ഡിസൈൻ അത് ആസ് ബിൽഡ് ആക്കുക എന്നുള്ള അടുത്തൊരു ചലഞ്ച്. സോ വളരെ നീറ്റ് ആൻഡ് ക്ലീനായി അതിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മളത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഡിസൈൻ ടീം ആയിക്കോട്ടെ, എക്സിക്യൂഷൻ ടീം ആയിക്കോട്ടെ, അവരൊക്കെ വളരെ മികച്ച രീതിയിൽ ഉള്ള സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഈ 90 ഡേയ്സ് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ബിൽഡിംഗ്, അതും തികച്ചും വേറൊരു പർപ്പസിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ബിൽഡിംഗ് ആയിരുന്നു. അതിനെ ഹോസ്പിറ്റൽ പർപ്പസിലേക്ക് വേണ്ടി അറേഞ്ച്മെൻറ്റ് ലേഔട്ട്സുകളൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട്, ഡിമോളിഷ് ചെയ്തുകൊണ്ട്, പ്രോപ്പറായിട്ടുള്ള ഡിസൈൻ ചേഞ്ചസുകളും അതുപോലെ തന്നെ എക്സിക്യൂഷൻ സമയത്തുണ്ടാകുന്ന ചലഞ്ചസുകളും ഒക്കെ ഡിസ്കസ് ചെയ്ത് സോൾവ് ചെയ്ത് നമ്മൾ ആ പ്രൊജക്റ്റ് വിത്തിൻ 3 months കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ പ്രോജക്റ്റിലും ഞങ്ങളുടെ ഡിസൈൻ ടീമാണെങ്കിലും എക്സിക്യൂഷൻ പാർട്ടായിട്ടുള്ള പിള്ളേരാണെങ്കിലും വളരെ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീം ആസ്കോണിലുള്ളതുകൊണ്ട് തന്നെ ഈ 90 ഡേയ്സ് ഒരു ചാലഞ്ചിങ്ങേ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നീടുണ്ടായിരുന്ന 1-2 നമ്മുടേതായ സജഷൻസ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്ട്സും ആ ക്ലയൻറ്റുകളായതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലുള്ള ക്ലൈമറ്റിൻ്റെ ഡീവിയേഷൻസ് അത്രത്തോളം അവർ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബൈസം ബോർഡ് പോലത്തെ പാർട്ടീഷൻസുകൾ, ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകൾ അവർ തന്നിരിക്കുന്നത് വളരെ എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്യാനൊക്കെ ജിപ്സം ടൈപ്പും മെറ്റീരിയലുകളൊക്കെയാണ് സജസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്നും നമ്മൾ വ്യക്തമായി അത് അഡ്വൈസ് ചെയ്തു. ഇന്ന പ്രൊഡക്റ്റുകൾ നമ്മുടെ കാലാവസ്ഥയിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല, അത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അവരുമായി നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്തുകൊണ്ട് ഒരുപാട് മെറ്റീരിയൽ സജഷൻസ് അവർ തന്ന BOQനെ റിവൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ പ്രൊജക്റ്റിനെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റി. അത് തന്നെ ആയിരിക്കണം അവരുടെ പുതിയ 2-3 പ്രൊജക്റ്റുകൾ ഇനി വരാൻ പോകുന്ന ട്രിവാൻഡ്രം, കോയമ്പത്തൂർ, അതുപോലെ തന്നെ കോട്ടയം, ഇത്രയും പ്രൊജക്റ്റുകൾ സീഡ്സ് ഓഫ് ഇന്നസെൻസിൻ്റെ പുതിയ ബ്രാഞ്ചസുകൾ തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഡിസ്കഷൻ ഓൾറെഡി ഓൺഗോയിങ് ആണ്. സോ ഇത് നല്ലൊരു എക്സിക്യൂഷനിലോടുകൂടി നമ്മുടെ എറണാകുളം കംപ്ലീറ്റ് ചെയ്ത വിത്തിൻ 3 months ചലഞ്ചിങ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത പ്രൊജക്റ്റിൻ്റെ ഒരു സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് അടുത്ത 3 പ്രൊജക്റ്റ് സൈൻ ചെയ്യാൻ പോവുക എന്നുള്ളത് തന്നെയായിരുന്നു.